Full clear. Yes, we are live. Welcome Chelsea fans. SK യുടെ പേര് കമന്റ്സിൽ കാണുന്നുണ്ട്. SK ബ്രോ ഓൺ ദ വേ ആണ്. ഇപ്പൊ 2 മിനിറ്റിൽ എത്തും. അപ്പൊ SK വരുന്ന വരെ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സജയുടെ കേൾക്കാൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ഓഡിബിൾ ആണ്. കൂൾ. എനിക്ക് വ്യൂസ് ഇപ്പൊ വ്യൂവർ കൗണ്ട് ഇപ്പൊ 0 കാണണം. ഒരു സെക്കൻഡ്. ഓക്കെ ആളൊന്നും തുടങ്ങി. ഹേ ഗുഡ് ഈവനിങ് ചെൽസി ഫാൻസ്. SKയുടെ പേര് കമന്റ്സിൽ കാണുന്നുണ്ട്. SK അത് എപ്പോ വരും? ആള് ചെറിയൊരു വർക്ക് എമർജൻസി പെട്ടെടുക്കാണ്. അപ്പൊ ആള് വന്നതും വിൽ ഹാൻഡ് ഓവർ ദ ഹോസ്റ്റിംഗ് ടു SK. ബട്ട് വെൽക്കം ഷാജേട്ട ടു ദ സ്ട്രീം. ഷാജേട്ടനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ചെൽസി ഫാൻസ് കേരളത്തിൽ എല്ലാവർക്കും എവ്രി വൺ നോ ഷാജേട്ടൻ ആൻഡ് ഹിസ് awesome views on football. So thank you so much Shajee for joining. Thank you for once again being on the show. So let's start. എല്ലാവർക്കും മനസ്സിലുള്ള ഒരു obvious question. Shajee, your views on Potter. I think Potter എന്ന പേര് പറഞ്ഞാൽ തന്നെ we'll start seeing the comments coming. But your view on Potter, ആൾ വന്നപ്പോ we were obviously very excited. പക്ഷെ അതിന് ശേഷം whatever he has done, do you think he's gone wrong or what has gone wrong for Potter? Okay, before that, just hi to everybody. Hi to Rohit. Hi to Fahim also. സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫാമിലി ഒക്കെ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻഫാക്ട് ആദ്യം തുടക്കകാലങ്ങളിൽ എന്നോട് ബാലു ചെൽസിയുടെ ഒരു ഗ്രൂപ്പിൽ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, വിച്ച് ആർ ദ 4 names you would nominate? ഏത് 4 പേരാണ് നോമിനേറ്റ് ചെയ്യുക ചെൽസിയുടെ അടുത്ത മാനേജറായിട്ടെന്ന്. അപ്പൊ അതില് ഞാൻ പറഞ്ഞ പേരുകളിൽ ആദ്യത്തെ പേര് ഗ്രഹാം പോട്ടർ ആയിരുന്നു. രണ്ടാമത്തേതാണ് ലൂയിസ് എൻറിക്കാണ് ഞാൻ ഇട്ടിരുന്നത് ആ ലിസ്റ്റിൽ. ആസ് എ മാനേജർ ഞാൻ കൺവിൻസ്ഡ് ആണ്. ആസ് എ മാനേജർ എന്ന് പറയുമ്പോൾ ആസ് എ കോച്ച്, ഒരു കോച്ചിങ് പെർസ്പെക്റ്റീവിൽ ഞാൻ വളരെയധികം കൺവിൻസ്ഡ് ആണ്. എനിക്കിപ്പോഴും ഒരു എന്താ പറയുക തെറ്റായ ധാരണയില്ല അയാൾ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചസ് എന്നാണ്. പക്ഷേ ഞാൻ അയാൾ ചെൽസിയിൽ വരണം, ചെൽസിയിൽ വന്നാൽ അയാൾ സക്സീഡ് ആവും എന്നുള്ളത് ഒരു ഗാമ്പിൾ ആയിട്ട് തന്നെയാണ് കണ്ടത്. 2003-2004 മൊറീനിയോ വന്ന പോലെ തന്നെ മൊറീനിയോയ്ക്ക് അന്ന് മാനേജ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലായിരുന്നു. ബിക്കോസ് ഹി വാസ് കമ്മിങ് ഫ്രോം പോർട്ടോ എന്ന് പറയുന്നത് പോർച്ചുഗീസിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ലീഗല്ല. അവിടെ കാരണം സ്റ്റാർ പ്ലെയേഴ്സ് നമുക്കറിയാം, അവർ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവർ സ്പെയിനിലേക്കോ അല്ലെങ്കിൽ ഇറ്റലിയിലേക്കോ പോയി കളി. അപ്പോ ഞാൻ കണ്ട ഒരു മൊറീനിയോ എന്താന്ന് പറഞ്ഞാൽ ചെൽസിയിൽ വന്നിട്ട് സ്ലോ ബൈ സ്ലോ വിത്ത് ഹിസ് ഈഗോ, വിത്ത് ഹിസ് എറഗൻസ്, മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് പുള്ളി ഇംപ്രൂവ് ചെയ്ത് എബിലിറ്റി ടു കൺട്രോൾ. കാരണം ആ ടൈമിൽ പുള്ളി സൈൻ ചെയ്ത പ്ലെയേഴ്സ് എല്ലാം സെക്കൻഡ് സീസൺ ആയപ്പോൾ സൂപ്പർ സ്റ്റാർസ് ആയി കരുതപ്പെട്ടു. ഫസ്റ്റ് സീസണിൽ ടൈറ്റിൽ എടുത്തു, സെക്കൻഡ് സീസണിൽ കയറുമ്പോൾ ഇവർ ഓൾ സ്റ്റാർഡം സ്റ്റേറ്റസ് ആയി. അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റ് ഫേസ് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഗ്രഹാം പോട്ടറും അതുപോലത്തെ ഒരു എന്താ പറയുന്ന ഒരു ഡെവലപ്മെന്റ് ഫേസിലൂടെ വളർന്നു ഈ പറയുന്ന എന്താ പറയുന്നത് ചെൽസിയെ ഭയങ്കര സക്സസ്ഫുൾ ആക്കും എന്ന് മൊറീനിയോ വിട്ട് കളിയില്ല എന്ന് മുഹമ്മദ് മാസിൻ പറയുന്നില്ലേ. തലതൊട്ട അപ്പനെ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് എന്നെ ഡിസപ്പോയിന്റ് ചെയ്തത് പോട്ടറിന്റെ സ്ട്രാറ്റജിയോ അല്ല പോട്ടറിന്റെ എന്താ പറയുന്നത് കോച്ചിങ് ആസ്പെക്റ്റോ എന്നല്ല, അയാളുടെ മാനേജ്മെന്റ്, അതായത് ഓഫ് ദ പിച്ചും ഓൺ ദ പിച്ചും സബ്സ്റ്റിറ്റ്യൂഷൻസ്. കാരണം ബ്രൈറ്റണിൽ ചെയ്യുന്ന പോലത്തെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് പലപ്പോഴും കണ്ടത്. ഇമ്പാക്ട് ഇല്ല സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഇത് ഒരിക്കലും ചെൽസിയിൽ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നില്ല. പിന്നെ അതേപോലെ പുള്ളി കുറച്ചും കൂടി അഗ്രസീവ് ആണ്, കുറച്ചും കൂടി വോക്കൽ ആണ്, കുറച്ചും കൂടി പ്ലേയേഴ്സിനോട് ടച്ച് ലൈനിൽ ഇന്ററാക്ട് ചെയ്യണം, കുറച്ചും കൂടി ഷാർപ്പ് ആവണം, കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവണം. അത് പുള്ളി ആവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുന്നില്ല. അത് ആ ഒരു ഡെവലപ്മെന്റ് വരാതെ ഇപ്പൊ ചെൽസിയിൽ നിൽക്കുമായിരിക്കും, ബട്ട് അത് വരാതെ പുള്ളി വേറൊരു വലിയ ക്ലബിൽ പോയി കോച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയാ, ഏതൊരു ഫുട്ബോൾ മാനേജറുടെയും എന്താ പറയുന്ന ലവ് എന്ന് നോക്കിക്കഴിഞ്ഞാല് ഓബ്വിയസ്ലി, ഹായ് ശ്രീകാന്ത്, ഏതൊരു ഫുട്ബോൾ മാനേജറുടെ ഒരു ലവ് എന്ന് നോക്കി കഴിഞ്ഞാൽ വേൾഡിലെ ടോപ്പ് 2 ക്ലബായ ബാർസലോണയും റിയൽ മഡ്രിഡും മാനേജ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്കിൽ നമ്മൾ അക്വയർ ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്നും എത്തില്ല. ഇപ്പം നമ്മളൊന്നും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി, അത്രയും ദൂരം ഒന്നും പോണ്ട. ഇപ്പോ ഗ്രഹാം പോട്ടറിനേക്കാളും നല്ല സക്സസ് ഉള്ള ഒരു മാനേജറാണ് മൊറീസിയോ പൊച്ചറ്റിനോ. ബട്ട് ഈസ് നോവെയർ കൺസിഡർഡ് ഫോർ ബാർസലോണ, റിയൽ മഡ്രിഡ്. കാരണം മാനേജ്മെന്റ് ഒരു പ്രോബ്ലം ആണ്.
അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു പോയിന്റിൽ ഞാൻ ഹാപ്പി അല്ല. എനിക്ക് തോന്നുന്നത് പ്രീമിയർ ലീഗ് ഒക്കെ അടിക്കാൻ ഒരു 38 കളിയൊക്കെ നമ്മൾ ആഞ്ഞു പിടിച്ച് നിൽക്കണം. അതിന് പോട്ടറിന് പറ്റുമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. ഡെവലപ്പ് ചെയ്യാമായിരിക്കും. ഞാൻ പറയുന്നതൊക്കെ ചിലപ്പം എന്താ പറയുന്നത്, ചിലപ്പോ നാളെ പുള്ളി ഡെവലപ്പ് ചെയ്ത് നന്നായി ചെയ്യുമായിരിക്കും. ബട്ട് അറ്റ് ദ മൂമെന്റ് പുള്ളിയുടെ മാനേജ്മെന്റ് ഈസ് നോട്ട് അപ് ടു ദ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈവൻ ഇഫ് ഹി സർവൈവ്സ് ഇറ്റ് വിൽ നോട്ട് ബി ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലം ഒന്നും സർവൈവ് ആവില്ല. Fair, and with that, welcome SK to the stream. ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ കേറിയതാണ്. SK ബ്രോ ഒന്നും പറയണ്ട. അതിനിടയ്ക്ക് ഒരു ബോളിന് 10 റൺ ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെ വുമൻസ് സെമി ഫൈനൽ ജയിക്കാൻ. ടു ക്ലോസ് ഒരു 10 റൺസ് വേണം, ഒരു ബോളേ ഉള്ളൂ. വി ഓൾമോസ്റ്റ് ചേസ്ഡ് ഡൗൺ 172. ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ടഫ് ടു ബീറ്റ് ദം. ഈ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇന്ന് ടോപ്പ് മോസ്റ്റ് ടീമാണ് വുമൻസ് ക്രിക്കറ്റ്. പക്ഷേ 122 163 വരെ എത്തിച്ചു. The girls played well എന്ന് പറഞ്ഞ പോലെ. Yes, true. Continue ഹെബർ. ഞാൻ നടുക്ക് വെച്ച് കയറിയതാണ്. That is my verdict. എന്നെ ഹെബർ ചോദിച്ച പോയിന്റില് ഇത് ചോദിച്ചില്ല, എന്നാലും ഞാൻ പറയാണ്, ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂ ഹി പ്ലേസ്. പുള്ളി ആരെ വേണ്ടെങ്കിലും കളിപ്പിച്ചോട്ടെ. മൗണ്ടിനെ കളിപ്പിച്ചോട്ടെ, മൗണ്ടിന്റെ കൂട്ടുകാരെ വിളിച്ച് കളിപ്പിച്ചോട്ടെ. ഇതൊന്നും ഒരു വിഷയമല്ല. എഫ് ഇത് ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു ഗോ ആൻഡ് ഗെറ്റ് ദ റിസൾട്ട്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ആ റിസൾട്ട് വന്നില്ലെങ്കിൽ ആ കോൺഫിഡൻസ് പോയിന്റിൽ നമ്മൾ തിരിച്ചുപോയി പ്രോജക്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. ഇതിന് ഹെബറോട് എനിക്ക് പറയാനുള്ളത്, ഹെബർ ഇപ്പോൾ ഒരു വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി വെച്ച് GPS ഇങ്ങനെ ഓൺ ചെയ്ത് GPS ഓഫായി വഴി തെറ്റിപ്പോയി. വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോവോ ഹെബർ? പോവില്ല. അവിടെ ഷോർട്ട് കട്ട് എടുത്തിട്ട് ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നോക്കും. ആ അവസ്ഥ തന്നെയാണ് ചെൽസി ബോർഡിന്റെയും. അപ്പോൾ ഹി ഹാസ് ടു ഗെറ്റ് ദ റിസൾട്ട്. ടോട്ടൻഹാം ഒരു ഡിഫിക്കൽട്ട് റിസൾട്ട് ആണ്, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. പല പ്ലേയേഴ്സും ഇന്നലെ ഒരു ഗ്രൂപ്പില് 2-3 ഫാൻസ് പറയുന്നത് ടോട്ടൻഹാമിനെ പഞ്ഞിക്കിടും, പലകയിലിട്ട് അടിക്കും, മലത്തി അടിക്കുന്ന. ഞാൻ പറഞ്ഞു പഞ്ഞിയും പലകയും ആദ്യം മേടിച്ചിട്ട് വാ, പിന്നെ മലത്തി അടിക്കുന്ന ഗുസ്തി വീരന്റെ അടുത്ത് പോയി ഗുസ്തി ഒന്ന് പഠിച്ചിട്ട് വാ. കാരണം ഫുട്ബോൾ ഒരു മൊമെന്റം റിതം ഗെയിമാണ്. അപ്പോൾ ഒരു വലിയ ടീമിനെ നമ്മൾ പോയി ഫേസ് ചെയ്യുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ഒരു ആസ്പെക്ട് ആണ്. അപ്പോൾ അത് ഇല്ലാതെ നമ്മള് എന്താ പറയുന്ന ടോട്ടൻഹാമിന്റെ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ടോട്ടൻഹാമിനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ റിക്കാർഡൊക്കെ വേറെ കാര്യം. റിക്കാർഡൊന്നും ഒരു അതിമോഹമാണ്. കാരണം ജയിക്കുമായിരിക്കും, പക്ഷെ ഇപ്പൊ ഉള്ള കറന്റ് സിറ്റുവേഷനിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ പഞ്ഞിക്കിടലും പലകിടലൊന്നും അവിടെ പോയൊന്നും നടക്കുന്നില്ല. അത് അത്ര എളുപ്പമല്ല. ഈ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഹെബർ, ഈ ഫാൻസ് ഇപ്പോഴും പറയുന്നത് ആ ബൊറൂഷ്യ ഡോട്ട്മണ്ടിന്റെ ആ കളി റെഫർ ചെയ്തിട്ടാണ്. അതിൽ നമ്മൾ നന്നായിട്ട് കളിച്ചു, അതുകൊണ്ട് ഡോട്ട്മണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് തോപ്പിക്കുന്ന പറയുന്നത്. ഈ ഡോട്ട്മണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് കളിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ ചാമ്പ്യൻസ് ലീഗ്. എപ്പോൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. 84ാമത്തെ 85ാമത്തെ മിനിറ്റില് ഹാലൻഡിന്റെ ഒരു സുന്ദരമായ ഒരു ഗോളിലൂടെ രക്ഷപ്പെട്ടു. അപ്പൊ അത് വലിയ പിച്ച അറിയാമല്ലോ, എമിറേറ്റ്സ് എത്തിയാട്ടിലെ പിച്ച് വലിയ പിച്ച, നമ്മളെക്കാളും വലിയ പിച്ച. അപ്പൊ ഈ ഫാൻസ് വിചാരിക്കുന്ന പോലെ ബൊറൂഷ്യ ഡോട്ട്മണ്ട് ഒന്നും അത്ര എളുപ്പമുള്ള ടീമല്ല. ഫോമിലുള്ള ടീമുകളെ എന്റെ ഓർമ്മയില് ഡോട്ട്മണ്ട് ഫസ്റ്റ് ലേക്ക് കളിച്ചതില് ഫസ്റ്റ് ഹാഫ് അവർ ആക്ച്വലി നല്ലപോലെ 3-4 നല്ല ചാൻസ് ഉണ്ടാക്കി. പിന്നെ മുക്കോക്കോ ഇൻഎക്സ്പീരിയൻസ് ആയതുകൊണ്ട് മിസ്സായ കുറെ ചാൻസുകളാണ്. ഐ തിങ്ക് ദേ ഹാഡ് എ വെരി വെരി ഗുഡ് ഫസ്റ്റ് ഹാഫ്. നല്ല ടീമാണ്. ഹോപ്പ്ഫുള്ളി വി ആർ ഓൺ അവർ ഗെയിം. പിന്നെ ഷാജേട്ടാ, ഐ എം ജസ്റ്റ് മൂവിംഗ് ഓൺ ടു SK ബ്രോ സ്ട്രീമിൽ ഉണ്ട്. ഓക്കെ, so SK bro, same question. I think Shajee had some very valid criticisms of Graham Potter, and I'll tell you my point of view. SK bro agree ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും പറഞ്ഞാൽ മതി. എന്റെ അഭിപ്രായത്തിൽ ഒരു ഓൾമോസ്റ്റ് ഫുൾ 11 ഐ തിങ്ക് മുന്നേ സ്ട്രീമിൽ പറഞ്ഞപ്പോൾ ചെറുതായി കമന്റ്സിൽ തെറിയ കിട്ടിയതാണ്. പക്ഷെ ഒരു ഓൾമോസ്റ്റ് ഫുൾ 11 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളാണ്. സോ കുറച്ചാലും ജോർജിനിയോ കോച്ചസിനെ കളിപ്പിക്കാൻ നോക്കി, ജോർജിനിയോ പോയി, കോച്ചിച്ച് വന്നു. ഡിഫൻസ് he has tried out multiple variations. Attack almost entire 4 people playing in attack are new.
അപ്പൊ ഒരു സ്റ്റോപ്പ് സ്റ്റാർട്ട് സീസണിൽ ഐ തിങ്ക് ബാലു പ്രോ കമൻസിലേക്ക് 2 പേര് കിട്ടും. ബട്ട് ഒരു സ്റ്റോപ്പ് സ്റ്റാർട്ട് സീസണിൽ ഇത്രയും ചേഞ്ചസ് ഒരാൾ വരുത്താൻ നോക്കുമ്പോൾ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് വാട്ട് വി ആർ സീയിങ് ഓൺ ദ പിച്ച്. ഞാൻ എക്സ്ക്യൂസ് ഉണ്ടാക്കില്ല, ജസ്റ്റ് തിങ്കിങ് ഫ്രം ഗ്രാം പോർട്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ഡു യു തിങ്ക് ദർ ആർ ഓബ്വിയസ് തിങ്സ് ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ ഓർ ഒരു സർക്കംസ്റ്റാൻസസ് ആണ് ഇപ്പോൾ നമ്മൾ പിച്ച് കാണുന്നത്? അല്ല, ഐ മീൻ സി, ഞാൻ അപ് ടിൽ ഡോട്ട്മെന്റ് ക്വാർട്ടർ സൈഡിലായിരുന്നു. ഐ വാസ് വെരി ക്ലിയർ. കാരണം അതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഷാജിയുടെ പറഞ്ഞ ഒരു പോയിന്റിൽ എനിക്ക് എന്താ അംഗീകരിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗത്ത്ഹാംപ്ടൺ വാസ് എ ലോസ് യു കുഡ് നോട്ട് അക്സെപ്റ്റ്. യു ഷുഡന്റ് അക്സെപ്റ്റ്. എന്ത് വേണമെങ്കിലും പറയട്ടെ, യു ക്യാൻ സേ പ്ലെയേഴ്സ് ഇഞ്ചുറി പ്രോൺ ആയിരുന്നു, റീജെയിംസ് ഇല്ല, ഇതില്ല, മുഡ്രിക് ഇല്ല, ഫെയർ ആണ്. പക്ഷെ ദാറ്റ്സ് an inexcusable reason to lose against Southampton. അതും ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് വാസ് ഹൊറിബിൾ. സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ഐ മീൻ ഇത്രയ്ക്ക് ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് കളിച്ച ഒരു കളി അതാ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നമ്മൾ തിരിച്ചു വന്നു, നമ്മൾ XG ഒക്കെ അടിച്ചു. അത് ഡോട്ട്മെന്റ് വരെ. ഇൻഫാക്ട് വാസ് ഇറ്റ് ലെറ്റ്സ് എ മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു തന്നേനെ. പോട്ടെ, മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ് നമ്മൾ കളിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ ഇറ്റ് വാസ് മാഞ്ചസ്റ്റർ സിറ്റി, വി ഷോഡ് സം ഫൈറ്റ്, 1-0 നമ്മൾ തോറ്റുള്ളൂ എന്ന് നമുക്ക് പറയാം. പക്ഷെ സൗത്ത്ഹാംപ്ടൺ വാസ് ഇൻഎക്സ്ക്യൂസബിൾ എന്നെ സംബന്ധിച്ച്. Now having said that, ശ്രീകാന്ത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, അവർ ഒരു ഗോൾ അടിച്ചപ്പോഴും they are a team with 1 clean sheet in 27 games. 27 കളിയിൽ ഒരു ക്ലീൻ ഷീറ്റ് ഉള്ളൂ അവർക്ക്. എന്നിട്ട് നമുക്കൊരു ഗോൾ പോലും അടിക്കാൻ പറ്റില്ല. സോ അത് നൗ സ്റ്റേർലിംഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ഐ മീൻ കൈ ഹാവർട്സ് ക്രാസ് ക്ലീൻ ചെയ്തു, സ്റ്റേർലിംഗ് ഫിനിഷ് ചെയ്തില്ല. ഫെയർ എനഫ്. ഐ മീൻ ജാവോ ഫെലിക്സ് അപ്പുറത്ത് ഫിനിഷ് ചെയ്തില്ല, സ്റ്റേർലിംഗ് ഫിനിഷ് ചെയ്തില്ല. പക്ഷെ ഫിനിഷ് ചെയ്തില്ല എന്ന് പറയുന്നത് സൗത്ത്ഹാംപ്ടനെതിരെ ഉള്ളൊരു എക്സ്ക്യൂസ് അല്ല. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, ഈ പറയുന്ന പോലെ പുതിയ ടീമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഐ തിങ്ക് ഹി ഈസ് സ്റ്റിൽ, പുള്ളിക്കാരൻ ആദ്യം ഒരു ബെസ്റ്റ് 11 ഇറക്കണം. 4-2-3-1 ആണ് കളിക്കാൻ പോകണമെങ്കിൽ 4-2-3-1 തന്നെ കളിപ്പിക്കണം. ഹാസ് ടു ബി വെരി ക്ലിയർ. ഈ ഒബാമയാങ്ങിന്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ വളരെ ക്ലിയർ ആണ്, ഏത് പുള്ളിക്കാരന്റെ ടീമിൽ കളിപ്പിക്കില്ല എന്നുള്ളത്. ഓക്കെ, ഫെയർ എനഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹക്കീം സിയച്ചിനെ എന്തിനു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? ഇഫ് ഒബാമയാങ്ങിനെ കളിപ്പിക്കാത്തതിന്റെ കാരണം ബിക്കോസ് ഹി ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫ്യൂച്ചർ പ്രോജക്ട് ആണെങ്കിൽ ഹക്കീം സിയച്ചിനെ കളിപ്പിക്കരുത്. Now ഹക്കീം സിയച്ച് കളിക്കണത് എനിക്ക് കാണാൻ താല്പര്യമുണ്ട്, ബിക്കോസ് ഐ സ്റ്റിൽ ബിലീവ് ഹി ഹാസ് ഗോട്ട് സംതിങ് ടു ഓഫർ. പക്ഷെ പുള്ളിക്കാരന്റെ സ്റ്റാൻസ് ഓൺ ഒബാമയാങ് ഇസ് റോങ് കമ്പയർ ടു ഹക്കീം സിയച്ച്. ഞാൻ പറഞ്ഞത് വെറും പുറകിൽ വേറെ ഒരു ഇഷ്യൂസും ഇല്ലാത്തതിന്റെ പേരിലാണെങ്കിൽ മാത്രം, ജസ്റ്റ് ഇതാണെന്നുണ്ടെങ്കിൽ then there is a double standard that is there. പിന്നെ ഈ പറയുന്ന പോലെ ഈ എത്രയും പെട്ടെന്ന് ഒരു പ്രോപ്പർ 11 കണ്ടുപിടിച്ചിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്ത് കളിപ്പിക്കണം എന്ന് പറഞ്ഞ പോലെ. കാരണം മുഡ്രിക്കിന്റെ മേളിൽ പ്രഷർ വന്നു തുടങ്ങി. ആരോ പറഞ്ഞ പോലെ മുഡ്രിക്ക് വന്നിട്ട് എന്ത് ഉണ്ടാക്കിയെന്നാണ് ചോദിക്കുന്നത്. പീപ്പിൾ വിൽ സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ് അഗൈൻസ്റ്റ് ഹിം. ആ ഒരു ഗോൾ വന്നില്ലെങ്കിൽ പ്രഷർ സ്റ്റാർട്ട്സ് ബിൽഡിംഗ്. സാൻചോന് പറ്റിയതുപോലെ he will go under, ഫെറാൻ ടോറസിന് പറ്റിയ പോലെ he will go under. So that is a huge challenge there. So it's very time നമ്മളിത് ഗോൾ സ്കോർ ചെയ്തേ പറ്റൂ. പ്രോപ്പർ put a proper 11 and let's start scoring. ഫൊഫാന ആണെങ്കിൽ ഫൊഫാന പിടിച്ചത്. So there has to be some solution to come against ഈ പറഞ്ഞ പോലെ ടൂർണമെന്റിനെ. പിന്നെ വേറൊരു കാര്യം, ഐ വിൽ ജസ്റ്റ് ആഡ് ടു സംതിങ് ഹെബർ. ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ പോയിന്റിൽ ഈ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നതിനെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊരു ഡിബേറ്റിന് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അത് ബോഡി. കാരണം എന്താ പറയുക, ഞാൻ ഇപ്പം ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പേ ഫുള്ള് കണ്ടു ഏത് ബാംഗ്ലൂരും FC ഗോവയും തമ്മിലുള്ള കളി. നിർണായക മത്സരം. ഗോവയ്ക്ക് ജയിച്ചാൽ ഗോവ പ്ലേ ഓഫിലെത്തും. കമന്റേറ്റർ പോൾ മേസൺ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇൻ ദ ലാസ്റ്റ് 4 visits at Kantirwa Stadium, every time Goa had 64% possession and more number of shots, yet they lost all 4 times. So it's of no use. Your possession and your shots are no use because you have lost the match. That's what the aim is. I think the greatest example of all, the greatest example of 2018 World Cup, Russia versus Spain, possession full Spain ആയിരുന്നു. I think Russia had some 18% possession. ഒന്നുമില്ല. അവരുടെ ഏരിയയിൽ ടെന്റും ലോറിയും ബസ്സും അടിച്ചിട്ടിരിക്കുന്നു. പക്ഷെ ഹൂ പ്രോഗ്രസ്ഡ്? മൊറോക്കോ അത് തന്നെയാണ് കളിച്ചത്. പക്ഷെ ഹൂ പ്രോഗ്രസ്ഡ്? Now ഞാൻ പറഞ്ഞ പോലെ up till Dortmund I can agree, not anymore. ഇല്ല, ലൈക്ക് ഇപ്പൊ ഐ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഫാൻ ബേസിന്റെ ഫ്രസ്ട്രേഷൻ സ്പെസിഫിക് ടു ഈ സൗത്ത് ഇന്ത്യകൾ എത്ര വൃത്തിയോടെ കളിച്ചു, ഫസ്റ്റ് ഹാഫ് ഒക്കെ സഹിക്കാൻ പറ്റാത്ത കുറെ പേര് TV ഓഫ് ചെയ്ത് പോയത്. അവരെ കുറ്റം പറയാനും പറ്റില്ല ഫോർ ഷുവർ. ബട്ട് സാർ സെയിം ക്വസ്റ്റ്യൻ ദാറ്റ് ഐ എം ആസ്കിംഗ് ടു യു. ഇപ്പൊ ഫോർ യു ടു ബാക്ക് പോർട്ടർ ടിൽ ദ എൻഡ് ഓഫ് ദ സീസൺ, വാട്ട് സ്പെസിഫിക് ഇംപ്രൂവ്മെന്റ് ഡു യു വാണ്ട് ടു സീ? ഇപ്പോ
ആള് പഴയ പോലെ 3 ബോക്സ് ഒരു എനിക്ക് ചോദ്യം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പത്തേക്ക് എന്റെ ക്രൈറ്റീരിയ 3 ക്രൈറ്റീരിയകളും. 1, ആസ് എ മാനേജർ, can you build and motivate them on and off the pitch? Point number 1. That is very important. If you can't do that, you get out of the job. ആ ജോലിക്ക് ഇരിക്കണ്ട. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ചെൽസി പ്ലേയേഴ്സ് ഇപ്പം ഹെബർ പറഞ്ഞല്ലോ, ചെൽസി പ്ലേയേഴ്സ് എല്ലാം ഫ്രസ്ട്രേറ്റഡ് ആണ്. ഫ്രസ്ട്രേഷൻ ചെൽസി പ്ലേയേഴ്സിനോട് മാത്രമല്ല, ചെൽസി ഫാൻസിനോട്, വേറെ ചെൽസി ഫാൻസിനും ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം എന്താ പറയാ, ഒരു വിഭാഗം ചെൽസി ഫാൻ ഉണ്ട്. കാരണം എന്താ പറയാ, ഒരു വിഭാഗം ചെൽസി ഫാൻസ് ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ പോലും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ഫാൻ, പേരെടുത്ത് പറയുന്നില്ല, ഗ്രൂപ്പിലിട്ട മെസ്സേജ് ആണ്, കഴിഞ്ഞ സീസണിൽ സ്റ്റാറ്റ്സ് ഈ പറഞ്ഞ ഗ്രഹാം പോട്ടറിന്റെ ബ്രൈറ്റണിൽ ഇതേ സ്റ്റാറ്റ്സ് ആണ്. സോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രഹാം പോട്ടറിനോട് ഇത്രയും ഡിജക്റ്റഡ് ആവുന്നത്? അയാൾ കൺസിസ്റ്റന്റ് ആണല്ലോ എന്ന്. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോനെ, കഴിഞ്ഞ സീസണിൽ ബ്രൈറ്റണാ, നീ ഈ സീസൺ നോക്കണം. ഞാൻ അവനോട് പറഞ്ഞു, ഗോഡ് ഫാദർ എന്നൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, അത് പോയി ഒന്ന് കാണണം. കാരണം അതില് ഈ ഹീറോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈഗിൾസ് വിൽ ഓൾവേസ് ഫ്ലൈ വിത്ത് ഈഗിൾസ്, ദേ ഡോണ്ട് ഫ്ലൈ വിത്ത് പിജിയോൺസ്. അപ്പൊ ഇത് ചെൽസിയാ, ഇത് ബ്രൈറ്റൺ അല്ല. നിങ്ങൾ ബ്രൈറ്റണിന്റെ സ്റ്റാറ്റ്സ് വെച്ചിട്ട് ചെൽസിയെ കമ്പയർ ചെയ്തിട്ട് ഒരു പോട്ടർ സ്റ്റാറ്റ്സ് കൺസിസ്റ്റന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ പോട്ടറിന് വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ പോയാൽ പോരാ. നമ്മളെ ക്ലബ്ബിൽ എന്തിനാ വരുന്നത്? നമ്മളെ സ്റ്റാൻഡേർഡ് വേറെയാ. ഇനി നിങ്ങൾ ചോദിച്ച പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ്, he has to prove that he has got the man management skills. If he doesn't have, get out of the job. Second thing, he cannot finish outside the top 8. He has to finish in the 6th to 8th. If he's outside the top 8, he's simply not good enough. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു ലീഗ് ജയിക്കാൻ you need 8.5 months, which means 38 games. 38 കളികൾ കളിച്ച് ജയിക്കണ്ടെങ്കിൽ you must be psychologically prepared every week to fight against Klopp, fight against Guardiola, fight with your own players. അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു എന്താ പറഞ്ഞ ബോട്ടം 8 ക്ലബില് ആ ഫൈറ്റ് ഇല്ല, അവിടെ നിന്നാ മതി, ചെൽസിയിൽ നിൽക്കണ്ട. ആൻഡ് പോയിന്റ് നമ്പർ 3 ഈസ്, ഇനിയുള്ള കളികളിൽ എനിക്ക് അവേ ജയിക്കണ്ട, ഡ്രോ പിടിച്ചോ, ഹോം ഗെയിം, ബ്ലഡി മേക്ക് ഇറ്റ് എ ഫോർട്രസ്. ചെൽസിയിൽ വന്നാൽ ഒരുത്തന് പേടി ഉണ്ടാവണം. സൗത്ത് ആംപ്ടന് പോലും പേടിയില്ല. ഇപ്പോ നിങ്ങൾ നാളെ സൗത്ത് ആംപ്ടനെ വിളിക്കുവോ സ്റ്റാംഫോർഡ് ബ്രിഡ്ജില്? അവൻ പറയും, ഞങ്ങളെ ഫാൻസ് ഇല്ലാതെ നിങ്ങളെ 45,000 ഫാൻസിന്റെ മുന്നിൽ ഞങ്ങൾ തോൽപ്പിച്ചുതരാം. ആ ഫിയർ കൊണ്ടുവരണം. ആ ഫിയർ കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് പാടാണ്. ഞാൻ ചോദിക്കട്ടെ, ഹെബറിന് തോന്നുന്നുണ്ടോ ഒരു ചെൽസി ഇപ്പോഴുള്ള നിലവാരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ പോയി കളിക്കുമ്പോൾ ധൈര്യം ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ ഫാൻസിന്റെ മുന്നിൽ വിറയ്ക്കും. അവരുടെ ചാൻഡിങ്ങും അവരുടെ എന്താ പറയാ ബാക്ക് ബൈറ്റിങ്ങും എല്ലാം എഴുതി വരുമ്പോൾ. അപ്പൊ ഈ 3 പോയിന്റും അയാൾ ഉറപ്പ് വരുത്തണം. ഒന്ന്, ഹോമിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരിക, മാൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക, സെക്കൻഡ് ടോപ്പ് 8 ഫിനിഷ് ചെയ്യുക. ഇത് 3 ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ ജോബ്. കാരണം ഇത് പുള്ളിക്ക് പറ്റിയ ജോലിയല്ല. കാരണം ഇത് വേറെയാ കളി. ഈ കളി എന്ന് പറഞ്ഞാൽ വേറെ കളിയാ. ഇത് നമ്മൾ ബ്രൈറ്റന്റെ സ്റ്റാറ്റ്സ് ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യരുത്. ഇത് വേറെ ആളുകൾ വരട്ടെ, ആരും ആയിക്കോട്ടെ, ലൂയിസ് എൻറിക്കോ, മൊറീനിയോ, സിഡാനോ, ആരെങ്കിലും വരട്ടെ, അവർ കളിക്കട്ടെ, അവർ കളിച്ചിട്ട് ഇതെന്താണെന്നറിയോ, എല്ലാവരും ഞാനിത് പറയുമ്പം പലപ്പോഴും ഈ എന്താ, ഞാൻ എപ്പോഴും മൊറീനിയോനെ വിട്ട് കളിയില്ല എന്ന് പറയുന്നത്. ഇന്നലെ പുള്ളിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പത്രസമ്മേളനം. പുള്ളി 3 days back he said that ജോർജ് വിനാൽഡമിനെ കളിപ്പിക്കും എന്ന് പറഞ്ഞു. ഇന്നലെ പത്രക്കാരൻ ചോദിച്ചു, ഇന്ന് രാത്രി 1:15 കളി, 1-0 ഡൗണാ, മസ്റ്റ് വിൻ ഗെയിം so that they qualify to the next round. They asked him, will you play Vinaldam? You know what he said? Whose question is this? Is it the question from Salzburg or your question? അപ്പൊ ഈ പത്രക്കാരൻ പറഞ്ഞു, ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ, യു വെയിറ്റ് ടിൽ ടുമോറോസ് ലൈനപ്പ്. ഇതൊക്കെ എന്താ അറിയാം, ഇങ്ങനെ തർക്കുത്തരം പറയാൻ പഠിക്കണം. ഇങ്ങനെ തർക്കുത്തരം പറയുന്നത് എന്തിനാണെന്നറിയോ? You are actually holding your team at certain point where you are telling that I won't reveal my team. അതും ഒരു അറഗൻസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ വളരെ സോഫ്റ്റ് ആണ് പുള്ളി വന്ന് സംസാരിക്കുന്ന തന്നെ. എന്തോ എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ അതിൽ ഹെബർ കഴിഞ്ഞ ആഴ്ച റോമയുടെ കളി കണ്ടിരുന്നു. സോൾബൻഹാം ഗോൾ അടിച്ച 43ാമത്തെ മിനിറ്റിൽ ഇല്ല, ഒരു ഗോളിന് ജയിച്ച കളി. 36ാമത്തെ മിനിറ്റില്
ഈ മൊറീനിയോ പ്രാഗി ആ ഫോർത്ത് റഫറിയുടെ ചെവി തിന്ന് അയാൾക്ക് ഭ്രാന്തായി. ഒച്ചയും വേളായപ്പോ ഓടി വന്ന് ഒരു യെല്ലോ കാർഡ് കാണിച്ചു. ഇങ്ങനെ മൊറീനിയോ കുറെ ഒച്ചയും വേളൊക്കെ ആക്കി. എന്തിനാന്നറിയാം, 2 ഫ്രീ കിക്ക് കൊടുത്തില്ല. അതിനുശേഷം 3 ഫ്രീ കിക്ക് കിട്ടി. 38, 41, 43 3 ഫ്രീ കിക്ക്. അതിൽ 2 ഫ്രീ കിക്കേ അല്ല. പക്ഷെ ഇയാളെ പ്രാക്ക് കൊണ്ടിട്ട് സൈക്കോളജിക്കലി അതിൽ തലയിൽ വീണ് റഫറി കൊടുത്ത് 43ാമത്തെ മിനിറ്റിൽ ആ സോൾബൻഹാം ഗോൾ അടിച്ചു. അപ്പൊ ഒരു കോച്ചിന് ടച്ച് ലൈനില് പ്ലേയേഴ്സിന്റെ കൂടെ കളിക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. മൊറീനിയോ, ആൻസലോട്ടി, ഈ പറയുന്ന പെപ്പ്, ഇവരൊക്കെ 12th മാനാ കോച്ച് പ്ലേയേഴ്സിന്റെ കൂടെ. ഇവിടെ നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് 11 പേര് പിച്ചിലുണ്ട്. ആരെങ്കിലും ചോദിക്കണം നമ്മളെ പ്ലേയേഴ്സിനോട്, സാറിന്റെ കോച്ച് എവിടെയാ? അത് സാറേ അവിടെ കൈയും കെട്ടി ഒരാൾ നിൽക്കുന്നില്ല, അയാളാണ് ഞങ്ങളെ കോച്ച്, ദൂരെ അവിടെ നിൽക്കുന്നതാണില്ല, അയാളാണ്. ഒരു അഗ്രഷനൊന്നും ഇല്ല അതില്. വളരെ ഡിസപ്പോയിന്റഡ് ആ പോയിന്റ്. എനിക്കതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓക്കെ ഫൈൻ, ഫെയർ എനഫ്, ഈ പറയുന്ന പോയിന്റ് ഒക്കെ ഓക്കെ. ഞാൻ ഇപ്പോഴും അത് വിട്ടുപിടിക്കാൻ തയ്യാറാണ്. എന്റെ സിറ്റുവേഷനിൽ ഈ പറയുന്ന പോലെ മേ ബി ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുപിടിക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം വി സ്റ്റാർട്ട് ഷോയിങ് തിങ്സ് ഓൺ ദ ഗ്രൗണ്ട്. ഇപ്പൊ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ദാറ്റ് പ്ലേയേഴ്സിന് ഒരു സംശയമുണ്ട്, ഡസ് ഹി ഹാവ് ദ ടാക്ടിക്കൽ നോ ഹൗ ഓഫ് ദാറ്റ് ഓഫ് ടൂക്കൽ. ഓക്കെ, ചില പ്ലേയേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഹി ഈസ് നൈദർ ഡിസപ്പോയിന്റഡ് നോർ ഹാപ്പി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി ഓൺലി തിങ്. പക്ഷെ ആസ് ലോങ് ആസ് ദാറ്റ് കംസ്, ആസ് ലോങ് ആസ് വിൻ കംസ്, ഐ എം ഫൈൻ വെദർ ഹി ഡസന്റ് ഹാവ്. എസ്കേ ബ്രോയുടെ കോൾ വന്നു. ഓക്കെ, ഫെർഗ്യൂസൺ സെയിം ആയിരുന്നു. ഞാൻ ഈ ചോദിച്ച ചോദ്യം തന്നെ തിരിച്ച് ഹെബറിനോട് ചോദിക്കാം. ഹെബറിന്റെ എന്തായിരിക്കും ക്രൈറ്റീരിയ? എനിക്ക് ഓൺ ദ പിച്ച് ഇംപ്രൂവ്മെന്റ്. ഞാൻ കുറെ കാലമായി പറയുന്നുണ്ട്, ഓൾ ഐ വാണ്ട് ടു സീ ഈസ് ഫ്ലുവൻസി ഓൺ ദ പിച്ച്. നമ്മളെ ലാംപാർഡിന്റെ സെക്കൻഡ് സീസൺ ഫസ്റ്റ് കളി ഷാജേട്ടൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഐ തിങ്ക് വി വൺ 3-1. ഇറ്റ് വാസ് എവേ അറ്റ് ബ്രൈറ്റൺ. റീസ് ജെയിംസ് ഒരു ലോങ് റേഞ്ച് ഗോൾ അടിച്ചു. ഐ തിങ്ക് കർട്ട് സൂമ സ്കോർഡ്. അതിൽ even though Brighton lost 3-1, they were far better than us. I think at least they had some 60% of the ball. നല്ലപോലെ വൃത്തി കളിക്കുകയും ചെയ്തു. ആ ഒരു ബ്രൈറ്റൺ അല്ല, ആ ഒരു ചെൽസിയിലോട്ട്, ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോളിലോട്ട് പോട്ടർ ക്യാൻ ഷോ സം പ്രോഗ്രസ്. ഐ എം വില്ലിംഗ് ടു ഗിവ് ഹിം അറ്റ് ലീസ്റ്റ് ടിൽ ദ എൻഡ് ഓഫ് ദ സീസൺ. പിന്നെ ഐ തിങ്ക് ഇഫ് ഹി ഗെറ്റ് സാക്ഡ്, ഞാൻ പിന്നെയും പറയാണ്, ഐ ഡോണ്ട് കെയർ ഇഫ് പോട്ടർ ഗെറ്റ് സാക്ഡ്. ആളെന്റെ അമ്മാനും മോനൊന്നല്ല. ഐ ഡോണ്ട് കെയർ ഇഫ് ഹി ലീവ്സ് ചെൽസി ടുമോറോ. ബട്ട് വന്ന സ്ഥിതിക്ക് സിൻസ് യു ഇൻവെസ്റ്റഡ് സോ മച്ച് മണി, ഹി അറ്റ് ലീസ്റ്റ് ഡിസേർവ്സ് ഒരു പ്രീ സീസൺ എങ്കിലും ആളുടെ. അല്ല, എനിക്ക് പോയിന്റ് പറഞ്ഞാൽ ലെറ്റ്സ് സേ പോട്ടർ ഇപ്പൊ സാക്ക് ആയി കഴിഞ്ഞാലും കാര്യമില്ല, ബിക്കോസ് നോബഡി എൽസ് ഈസ് ഗോണ കം ഇൻ. ഒരു ഇന്റർം മാനേജർ അല്ല, എന്നെക്കാളും ഭേദം ലെറ്റ് ഹിം റൺ. അതാണ് ഒരു ടോപ്പ് 5 ഇൻ ദ വേൾഡ് മാനേജേഴ്സ് ഇപ്പൊ വരാണ്. ഇപ്പൊ എസ് കെ ബ്രോനെ പറയും, ഇഫ് യു ആർ ടു റേറ്റ് ഇപ്പത്തെ നിലവില് ഹു ആർ ദ ടോപ്പ് 5 മാനേജേഴ്സ് ഇൻ ദ വേൾഡ്, ഐ വുഡ് സേ പെപ്പ്, ക്ലോപ്പ്. ഇറ്റാലിയൻ ലീഗ് നോക്കാൻ സ്പെലറ്റി ആയി. പിന്നെ ടുക്കൽ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ പ്ലേസ് ദർ. പിന്നെ കാർലോ ആൻസലോട്ടി, മൊറീനിയോ എന്റെ ഇമോഷണൽ ഇതുകൊണ്ടാണ് ഞാൻ പറയാണ്. So these people would definitely be there. If we can't get any of these people, ഇപ്പൊ പേര് കേൾക്കുന്നത് ഫ്രാങ്ക്ഫർട്ടിലെ ഒളിവർ ഗ്ലാസ്നർ ഒക്കെ ആണ്. ഹീസ് എ വെരി ഗുഡ് മാനേജർ. പക്ഷെ വൈ ടേക്ക് ദാറ്റ് റിസ്ക് അഗൈൻ? ഒരു ടാക്ടിക്കലി കാണിച്ചൊരു മാനേജറിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഞാനിപ്പോ ആസ് ഫാർ ആസ് ഐ ഹാവ് സീൻ ഫ്രാങ്ക് ലാംപാർഡ് ആൻഡ് ഗ്രാം പോട്ടർ, ചെൽസി, ഷാജേട്ടനും പറഞ്ഞ പോയിന്റ്, ചെൽസി ഈസ് എ ക്ലബ്, വി നീഡ് റിസൾട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ മാനേജർ ഹു ഹാസ് ഹാൻഡിൽ ദാറ്റ് റിസൾട്ട്. വൈ ടൂക്കൽ ബിക്കേം സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSG സ്റ്റിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ടൂക്കൽ കുഡ് ഹാൻഡിൽ ഈഗോ. അത്രത്തോളം ഈഗോ ഹാൻഡിൽ ചെയ്ത് വന്നപ്പോ ചെൽസിയിലെ നോക്കാൻ നേരത്ത്, ടൂക്കൽ നോക്കാൻ നേരത്ത് ഇതൊക്കെ പിള്ളേര് ഇവിടെ മൗണ്ട് കാണിക്കുന്ന ഷോ കാണിച്ചു കഴിഞ്ഞാൽ പറയണ നെയ്മർ അവിടെ കാണിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ എന്നാണ് ടൂക്കലിന്റെ മനസ്സിലിരിക്കുന്നത്. സോ യു നീഡ് സംബഡി ഹൂസ് ഹാൻഡിൽ ദാറ്റ് ഈഗോ, ഹാൻഡിൽ ദാറ്റ് അറഗൻസ് കമ്മിങ് ഇൻ ടു ചെൽസി. ഇഫ് നോട്ട് പോട്ടർ, സംബഡി ഹൂസ് ഹാൻഡിൽ ദാറ്റ്. കാരണം നമുക്ക് വി ഹാവ് നത്തിങ് എൽസ്. നമുക്ക് വേണ്ടത് റെഡിമെയ്ഡ് ആണ്. വി നീഡ് സൊല്യൂഷൻ, വി നീഡ് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. Like it or not, that is how we are at the moment. And Srikanth പറഞ്ഞ പോയിന്റിൽ I'm just adding this. ഇനി ഒരു മാനേജർ വരികയാണെങ്കിൽ സ്ട്രോങ് മാനേജ്മെന്റ് ഉള്ള ഒരു മാനേജർ വന്നാൽ let them come next season. Fine, ഈ സീസൺ മുഴുവൻ പോട്ടർ എടുത്തോട്ടെ. I mean, if Potter can turn around successful, absolutely no problem. Happy തന്നെയാണ്. If is getting sacked, there should be a proper കോച്ച് ആട്ടോ. അയാൾ കോച്ചിങ് ഇതിലൊക്കെ ഭയങ്കരമാണ്. പക്ഷെ അയാള് പോരാ. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഇന്ന് ഇതൊക്കെ എന്താ പറയാ, ചിലതൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്നല്ല. ഐ വാസ് റീഡിങ് വൺ റിപ്പോർട്ട്.
I don't know who this guy is. This guy is actually Bangalore ആണ് ഇവൻ സുദീപ് ചാറ്റർജി എന്നാണ് ഇവന്റെ പേര്. അവന്റെ റിപ്പോർട്ടിൽ പറയുന്നത് he's getting a lot of sources. He's telling that some of the players had gone and told the technical director Christopher Vivel that when things are down on the pitch, we are not getting that motivational vibe from the coach. That's a concern. That's a huge concern because as a coach you are supposed to push them up. You have to talk to them. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ജസ്റ്റ് കമ്പാരിസൺ പറയണം. സാജേട്ട് മ്യൂട്ട് ആയോ ഇപ്പോ? ഇല്ല ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം. ഇപ്പോ ജെറാർഡിന്റെ ഒരു ഇന്റർവ്യൂല് സാബി അലോൺസോയുടെ ഇന്റർവ്യൂ ഇസ്താൻബുൾ ഒരു 3-0 കംബാക്ക് ചെയ്ത് വാട്ട് ദേ സെഡ് വാസ് ബെനീറ്റസ് എന്ന ആള് ഹി വാസ് നെവർ വൺ ടു ഷൗട്ട്. ഇപ്പോ മൊറീനിയോനൊക്കെ പോലെ he would never be the kind of person to be aggressive in the dressing room. ആൾ ആകെ ചെയ്തത് he went to a tactics board, he drew the second half, this is what we are going to do. I get very similar vibe from Graham Potter. ആളുടെ അഗ്രഷൻ, ആളുടെ വിവരം ഫുൾ is only in football. ആൾക്ക് ദേഷ്യം കാണിക്കാനോ ആളുടെ ഒരു ക്യാരക്ടർ ഫ്ലോ ആയിട്ട് ഞാൻ കാണുന്നത് മേ ബി. ആൻഡ് ഇത്ര പൈസ വാങ്ങുന്ന പ്ലേയേഴ്സ് ദേ ആക്ച്വലി നീഡ് എ മാനേജർ ടു ടച്ച് ലൈനിൽ പോയി നിന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഷുഡന്റ് ദാറ്റ് കം ഫ്രം പ്രൊഫഷണൽസ് എന്നൊരു എനിക്ക് ഞാൻ പറയട്ടെ, നമ്മൾ ഈ അഗൈൻ ഫ്രാങ്ക് ലാംപാർഡിന്റെ പേരും പറഞ്ഞ് ജോസെ മൊറീനിയോ മീഡിയയിൽ ഇറക്കിയതിനു ശേഷം എല്ലാവരും ഫ്രാങ്ക് ലാംപാർഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ജോസെ മൊറീനിയോ നൈസ് ആയിട്ട് ഒരു മൈൻഡ് ഗെയിം ഇറക്കി, ഫ്രാങ്ക് ലാംപാർഡ് പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം 24 മണിക്കൂറും ഫ്രാങ്ക് ലാംപാർഡ് എന്താ ചെയ്യുന്നത്? അതും ഈ 90 മിനിറ്റിൽ നമ്മൾ ഫ്രാങ്ക് ലാംപാർഡിനെ കാണുന്ന ആ കൂടെ 90 സെക്കൻഡിൽ താഴെയാണ്. അപ്പൊ അതിലുള്ള നമ്മൾ ഫാൻസ് വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. Now of course Tuchel was very very aggressive. എനിക്ക് for me personally I don't care about that aggression. ആ ഒരു അഗ്രഷനും ഇല്ലാണ്ടിരിക്കുന്നതിൽ എനിക്ക് വലിയ തലവേദനയില്ല. കാരണം മാൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡർഷിപ്പ് ക്യാൻ ബി ഡിഫറെന്റ്. പക്ഷെ ദി ഇഷ്യൂ ഇസ് ജയം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ പോയിന്റുകൾ എടുത്തെടുത്ത് പറയാം. ഞാൻ സെയിൽസിൽ കുറെ നാളുണ്ടായതാണ്. നമുക്കൊരു ചൊല്ലുണ്ട് സെയിൽസിൽ, കച്ചവടം നടന്ന ഒരു തെണ്ടിയും ചോദിക്കില്ല എന്താണ് നടന്നതെന്നുള്ളത്. കച്ചവടം നടന്നില്ലെങ്കിൽ രാവിലെ ആരെ കാണാൻ പോയി, ഉച്ചയ്ക്ക് എവിടെ പോയി, ഉറങ്ങാൻ പോയോ, പല്ല് തേച്ചോ, എത്ര ദിവസം നീ ഫീൽഡിൽ പോയിട്ട് നിന്റെ റിപ്പോർട്ട് എടുക്കുന്നൊക്കെ ചോദിക്കും. കച്ചവടം ഉണ്ടോ ഒരുത്തിനും ചോദിക്കില്ല. പോർട്ടർ റിസൾട്ട് കൊണ്ടുവന്നാൽ ഓൾ ദിസ് ഇഷ്യൂസ് വിൽ വാനിഷ്. പക്ഷെ ആ റിസൾട്ട് കൊണ്ടുവരണം. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ പോർട്ടർ ഇത്രത്തോളം പ്രഷർ ആവാനുള്ള ഒരു കാരണം സൗത്ത് ആംപ്ടൺ ഗെയിം ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് അത് ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും ദിവസം ഇത്രയും നാളത്തെ നമ്മളെ ആ ഒരു ഡിബേറ്റ് ഉണ്ടാവില്ല. ഐ ജസ്റ്റ് വോണ്ട് ടേക്ക് 1 സെക്കൻഡ് ആ സ്റ്റാറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ, റഷ്യ വേഴ്സസ് സ്പെയിൻ 78% പൊസിഷൻ സ്പെയിൻ, 9 out of 23 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. റഷ്യയുടെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എത്രയെന്ന് ഊഹിക്കാമോ? ഷാജിയായിട്ട് ഊഹിക്കാമോ റഷ്യയുടെ ഷോട്ട് ഓൺ ടാർഗറ്റ് വേൾഡ് കപ്പിൽ? ഹെബാർ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് റഷ്യയുടെ 1 ആണോ? 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. ഓൺ ഗോളിലാണ് ജയിച്ചത് തോന്നുന്നുണ്ട്. അല്ല, പെനൽറ്റീസില് 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. അതും ഗോൾ കീപ്പറിന് എത്ര സേവ് ആയിരുന്നു എന്നറിയോ? 9 out of 9 സേവ്സ്. സ്പെയിനിന്റെ ഗോൾ കീപ്പറിന് സേവ് ചെയ്യേണ്ടി വന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്കലി സ്പെയിൻ വൺ. ഞാൻ ഇതും പറഞ്ഞ് ഞാൻ 1-1 ഓൺ ഗോൾ. യെസ്, ഓൺ ഗോൾ അടിച്ചത് 1-1 ഓൺ ഗോളാണ് അടിച്ചത്. സ്റ്റാറ്റിസ്റ്റിക് ഞാൻ ഇത്രയും നാളെ സ്റ്റാറ്റിസ്റ്റിക്കലി ഐ വുഡ് ഹാവ് ഡിഫെൻഡഡ് പോർട്ടർ. പക്ഷേ എന്തെങ്കിലും ഒരു കോച്ചിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് വേണം. ഇപ്പോ ഈ പറയുന്ന ടച്ച് ലൈൻ ആന്റിക്സ്, അഗ്രഷൻ, നമ്മളിപ്പോ ഇത് സ്വീകരിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് നത്തിങ് ടു കൈൻഡ് ഓഫ് ഡിഫെൻഡ് അഗൈൻസ്റ്റ് ഡിഫൻസ്. അതിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ പോർട്ടർ സാക്കാവണമെന്നല്ല. ലെറ്റ് ഹിം ഫിനിഷ് ദ സീസൺ. ഡു വി സീ എ പ്രോഗ്രസ് ആൻഡ് ഡു വി തിങ്ക് ഹി ഈസ് എ ലോങ് ടേം കോച്ച്? ടൈം വിൽ ടെൽ. ഞാൻ ശ്രീകാന്തിനോട് ഒരു ചോദ്യം ചോദിക്കാം. ബിക്കോസ് ഐ വാസ് ഇന്ന് രാവിലെ എനിക്ക് ഈ പ്രസ് ക്ലബിന്റെ ഒരു വാട്സപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ 1-2 പേരോട് ചോദിച്ചാണ്, ടു വിൻ, ജസ്റ്റ് ടു വിൻ, വേറെ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ, ടു വിൻ അഗൈൻസ്റ്റ് ടോട്ടൻഹാം, വാട്ട് യു തിങ്ക് ഇസ് ദ പെർഫെക്റ്റ് 11 പ്ലേയേഴ്സ് ഓൺ ദ പിച്ച്, സ്റ്റാർട്ടിംഗ് 11? അത് സത്യം പറഞ്ഞാൽ ടോട്ടനമിന്റെ 11 എന്താണെന്ന് അറിയണം. ടോട്ടനമിന്റെ 11 അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. കാരണം ടോട്ടനം ഐ തിങ്ക് സ്കിപ്പ് ഇസ് ഡൂയിങ് വെൽ, ഹോയ്ബർഗ് ഉണ്ട്, പക്ഷെ ബെന്റൻകോർ ഇല്ല. സോ ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഫോർ us. പക്ഷെ ഐ തിങ്ക് ബെസ്റ്റ് 11 എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ദ മോസ്റ്റ് പ്രോബബിൾ 11 ദാറ്റ് ക്യാൻ വിൻ ദ ഗെയിം ഫോർ us, കാണ്ടെ ഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഇറ്റ്സ് എ ബാക്ക് ഫോർ ഓഫ് ബാദിയഷീലെ, സിൽവ, റീസേം, സിൽവൽ. ഐ തിങ്ക് ദാറ്റ്സ് എ നോ ബ്രെയിനർ. Enzo Fernandez is again a no-brainer, but definitely Zakaria there. Enzo Kovacic did not work. Ruben Loftus-Cheek work illa. I think Zakaria, if he is fit, definitely Zakaria there. Allah nannengil
Ruben Loftus-Cheek കാരണം Enzo കാരണം I don't think Kovacic is at this moment the sharpest ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഫ്രണ്ട് ഫോറിൽ ഒരു വിങ്ങർ ഹാസ് ടു ബി സ്റ്റേർലിംഗ്, മറ്റൊരു വിങ്ങർ ഹാസ് ടു ബി ഐദർ മുഡ്രിക് ഓർ മാഡ്വെക്കെ. കാരണം സ്റ്റേർലിംഗ് വിൽ ബ്രിങ് സ്റ്റെബിലിറ്റി, മറ്റേ ആള് ഷുഡ് ബ്രിങ് ദാറ്റ് കെയോസ്. ഒരു കെയോസ് വിങ്ങർ വേണം നമുക്ക്, അബദ്ധം കാണിച്ചാൽ ഒരു കെയോസ് വിങ്ങർ വേണം. നമ്പർ 10 ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആരെ കളിപ്പിച്ചാലും അറ്റ്ലീസ്റ്റ് ഫെലിക്സ് നമ്പർ 10 ഓർ ഫൊഫാന ആസ് എ സ്ട്രൈക്കർ. പക്ഷെ ഫൊഫാന is too raw. I would love to see Aubameyang, പക്ഷെ പോട്ടർ Aubameyang ഇറക്കില്ലെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സോ ഐദർ ഫെലിക്സ് ആൻഡ് ഫൊഫാന എന്നുള്ള സിറ്റുവേഷൻ ആണ്. Nowhere near Mount or Kai Havertz. പക്ഷെ അവസാനം എനിക്ക് തോന്നുന്നു എൻസോ, മൗണ്ട്, Kai Havertz ആയിരിക്കും മിക്കവാറും മിഡ്ഫീൽഡിൽ. ഫ്രണ്ടിൽ ആര് കളിക്കും സ്ട്രൈക്കർ? അല്ല, ഞാൻ അറ്റ് ദ മൊമെന്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫൊഫാനോട് ഫൊഫാന. പക്ഷെ പേഴ്സണലി ഐ വോണ്ട് Aubameyang. കാരണം ഇപ്പൊ സപ്ലൈ കിട്ടുന്നുണ്ട്, അത് ഫിനിഷ് ചെയ്യാൻ ആളില്ല. Aubameyang, I love to see him there at least one game. അതില്ലാത്ത സ്ഥിതിക്ക് let Fofana start. അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് ശ്രീകാന്ത് അവിടെ. ടോട്ടൻഹാം സെന്റർ ബാക്സ് ആർ നോട്ട് proactive. You exploit that space in front with technical quality and movement around its cakewalk. Every opponent who exploited this space won with a Spurs. നല്ലൊരു ഫാക്ട് ആണ്. ബട്ട് ദ പോയിന്റ് ഈസ്, ആർ വി proactive to cut that non-activeness now? We have to play. Problem is ഞാൻ ആലോചിക്കുന്നത് if you're building an attack, you should build around Felix. കാരണം he's our star player at the moment. Okay. Who links with Felix? Mudryk links with Felix. അവർക്ക് രണ്ടുപേർക്കും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവർ തോന്നുന്നുണ്ട്. Aubameyang can link കാരണം Aubameyang is just absolutely brilliant. ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ ആണ്. പക്ഷേ if they think Fofana is upfront, Fofana is upfront. What about you, Shajee? I would go with Silva and instead of Badiashile. If Fofana is fit, I will go for Silva and Fofana for the prime reason. ഞാൻ reason പറഞ്ഞുതരാം. Fofana has that ability to give the ball by zip and by aerial, whereas Badiashile is very good in aerial. He doesn't zip the ball. Fofana can zip the ball to Reece James at least 15 to 20 meters if the space is there. So that speed will utilize there. So Fofana and Silva in the middle. On the left, I would play Chilwell, and the right, Reece James. I will play a 4-3-3. I think this team requires 4-3-3 at the moment because it needs solidarity, so that the wingers get support on that. They need to hug the touchline, similar to what Real Madrid did. So my 3 in the middle will be Enzo right in the middle. I will play what do you call it as Mason Mount on the left side of midfield, and on the right side of the midfield I will play Denis Zakaria. So that will be my 3. Enzo in the center, Zakaria on the right, Mason on the left. In the front, I will not play Havertz, I will not play Mount. I will play without a proper number 9. I will play a floating number 9 or a half 9.5 with Joao Felix in the middle, Sterling on the right, and Mudryk on the left. By doing this, what happens is, I believe that if Sterling comes back and gets into an engagement with Reece James, you will always see Denis Zakaria going forward and releasing this guy Sterling. Similarly, Mount will do that because Mount will also play up and down. So that will give the freedom to Enzo Fernandez to find 2 players on the left and right, which is Mount and Zakaria, and 3 up front. You need to give 5 players minimum to Enzo Fernandez to link. If you link that, I think we have a great chance of winning it. I don't know whether he will play that. That's my preference. You're playing 11? Bielsa ഒരു ഓപ്ഷൻ അല്ലേ വിജയൻ? ബിയൽസ ഒന്നും നമുക്ക് വരില്ല. എനിക്ക് ജസ്റ്റ് I think ഇത്തവണ Tuchel, what he did really great in the first match with Spurs was we saw that they had a 2-man midfield. We played 4 people there. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ I think ബെൻടാങ്കറും ഹോയ്ബർഗും ബോൾ അവിടെ പോകുന്നു, ആരും മാർക്ക് ചെയ്യണമെന്ന് ഒരു പിടുത്തില്ലാണ്ട് they were pretty much lost. I think go back to basics. Brightonil his best games were either in a 3-4-3 or 3-5-2. ഞാൻ പറഞ്ഞ again ഇതൊരു മലയാളം ചാനല് ശരിയാ. അപ്പോ അതും ടോം പറ്റിയ ആളാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് എന്റെ മലയാളം മറന്നു.
അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഇത് തന്നെ. ഐ തിങ്ക് ബാക്ക് 3 ബാഡിയശ്ശേരി ലെഫ്റ്റ് സെന്റർ ബാക്ക്, കുലിബാലി കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. സിൽവ അഗൈൻ സെന്റർ ബാക്ക് ആൻഡ് ഫൊഫാന അറ്റ് റൈറ്റ്. ഐ തിങ്ക് ഷാജേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഫൊഫാന എന്റെ നെറ്റ് സ്ലോ ആയോ? എന്റെയാണ് സ്ലോ ആയത്. ഓക്കെ. സോ ഫൊഫാന ഐ തിങ്ക് ഷാജേട്ടൻ പറഞ്ഞ ശരി. ഹീസ് ഗുഡ് അറ്റ് playing out from the back. പെട്ടെന്ന് he can exchange passes with Reese or right side ഇപ്പൊ സക്കറിയ കളിക്കുകയാണെങ്കിൽ play 2 people in midfield which will be Enzo and Zakaria hopefully. Coach I think is injured. പിന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് കോച്ചിന്റെ കുറച്ച് അവസ്ഥയും മോശമാണ്. And your other 2 people in midfield can be basically Mason Mount and Joao Felix. Mason Mount എനിക്ക് ഇപ്പോഴും ഐ തിങ്ക് ആ ഒരു ഫ്രീ റോള് കൊടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഹി ക്യാൻ ബി യൂസ്ഫുൾ. ഇപ്പൊ കുറച്ച് ടയർഡ്നെസ്സും ബാഡ് ഫോം ആണ്. ആൻഡ് ദെൻ എന്താ പറയാ, ഇപ്പൊ എത്ര പേര് ഇപ്പൊ 15 പേരായോ? ആൻഡ് ദെൻ ഓബ്വിയസ്ലി മുഡ്രിക് ഐ തിങ്ക് യു ഗിവ് ഹിം എ ചാൻസ്. മെഡോക്കെ ഓൾസോ ഗിവ് ഹിം എ ചാൻസ് ടു പ്ലേ ഓൺ ദ റൈറ്റ്. ഐ തിങ്ക് മെഡോക്കന്റെ ആള് വി ഹാവൻ സീൻ ഹിസ് ബെസ്റ്റ് വേർഷൻ യെറ്റ്. ആൾ ഇപ്പോഴും കുറച്ചൊന്ന് ലീഗിനെ ഒത്തു വരുന്നതുള്ളൂ. മുഡ്രിക്കിന്റെ സെയിം അവസ്ഥ ഹാസ് ഇൻ പ്ലേൻ സിൻസ് നവംബർ. അപ്പൊ ഒന്ന് മൗണ്ട് ഐ തിങ്ക് ഈ ഒരു സ്പെസിഫിക് കളി ജസ്റ്റ് ഓവർലോഡ് ദ മിഡ്ഫീൽഡ് ഒരു ഫസ്റ്റ് ഹാഫ് ചാൻസ് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല. കൊലിബാലി ഫാൻ പ്രസിഡന്റ് ആൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആവും. നിങ്ങൾ എല്ലാവരും അന്ന് യു വിൽ അഡ്മിറ്റ് യു ആർ റോങ് ഓൺ കൊലിബാലിയോ. This would be my 11 and second half I think we can experiment. Sterling SK Pro പറഞ്ഞ പോലെ very valid point. He was very good last couple of games that he came up. So yep. അല്ല സ്റ്റെർലിംഗ് brings the balance. നമുക്കൊരു ബാലൻസ് കൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ് സ്റ്റെർലിംഗ്. ഹി ബ്രിങ്സ് എക്സ്പീരിയൻസ്. നമുക്ക് വേണ്ടത് ഒരു കെയോട്ടിക് പ്ലെയർ ആണ്. സോ ഒരു കെയോട്ടിക് പ്ലെയർ എന്ന് പറയുന്നത് മുഡ്രിക് ആണ്. ഐ ഡോണ്ട് വാണ്ട് 2 കെയോട്ടിക് പ്ലെയേഴ്സ്. ഒരു മുഡ്രിക്കും മാഡുവയ്ക്കും മേ ബി ടു ഏർലി ടു റോ അറ്റ് ദ മൊമെന്റ്. പക്ഷെ മുഡ്രിക് സ്റ്റെർലിംഗ് ആൻഡ് ഫെലിക്സ് കോമ്പിനേഷൻ വിത്ത് ദ ഫ്രണ്ട് വിൽ ബി ലുക്കിംഗ് ഫാന്റാസ്റ്റിക്. ഷാജന പറഞ്ഞ 4-3-3 ഫോർമേഷനും പോസിബിൾ ആണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അത് ഇറക്കുന്നുള്ളത്. അത് ഇറക്കില്ല, ഇറക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സൂരജ് കൃഷ്ണൻ ആൻഡ് സോൺ അന്ന് ഇറങ്ങാൻ പറ്റിയില്ല. എന്താണ് എനിക്ക് മനസ്സിലായില്ലത്. അന്ന് സോണിന് ഇറങ്ങാൻ പറ്റിയില്ല. അന്ന് സോണിന് ഇറങ്ങാൻ പറ്റിയില്ല. ആൻഡ് സോൺ അല്ല. ഓക്കെ, ഞാനത് ആരാണ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ സൂരജ്, എന്റെ പ്രഡിക്ഷൻ ചെൽസി 2-1 തോക്കുന്നാണ് ടോട്ടൻഹാമിന്റെ കൂടെ. അതിൽ ഒരു ഗോൾ സോണിയുടെ കാലിനാ. ഫസ്റ്റ് ഗോൾ ഒരു ജെം ഓഫ് എ അബ്സല്യൂട്ട് ജാഫർ എന്ന് പറഞ്ഞൊരു ഗോൾ സോണിയുടെ കാലിന് വരും, ഉറപ്പാ. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു ഷാജി ചേട്ടാ. എന്തെങ്കിലും ടോപ്പിക് ബാക്കി ഉണ്ടായിരുന്നോ ഡിസ്കസ് ചെയ്യാൻ? എനിക്ക് ബേസിക്കലി ഇതൊരു എന്താ പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ ഫാൻസിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, പലപ്പോഴും എന്നെ പോലത്തെ ആളുകൾ പല സ്ഥലങ്ങളിലും ഒരു ക്രിട്ടിക്കലായിട്ട് അക്ലെയിം ചെയ്ത ഒരു പോയിന്റ് പറയുമ്പോൾ ഞാൻ എനിക്ക് മൊറീനിയോ ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ എല്ലാം ഒരു വിഷയമല്ല. ഞാനൊരു അലക്സ് ഫെർഗസൺ ഫാനാണ്. ഞാനൊരു കോച്ചിങ് മാനുവലിൽ വരാൻ കാരണം തന്നെ സാഫില്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ മൊറീനിയോ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം മൊറീനിയോ ബിൽറ്റ് എ ഫിലോസഫി ഓഫ് വിന്നിങ് മെന്റാലിറ്റി. ഡേർട്ടി വേസ് ഉണ്ട്, ഡേർട്ടി ട്രിക്സ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ആ വിന്നിങ് മെന്റാലിറ്റി എനിക്കും പഠിപ്പിച്ചെന്ന് ലോകത്തിന് പഠിപ്പിച്ചതാണ്. ചെൽസി ഫാൻസിനോട് മെയിൻ ആയിട്ട് ഈ പ്രോഗ്രാമിലെ ശ്രീകാന്തിന്റെ ഈ ഒരു ഷോയിലൂടെ എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ലുക്ക് ഇൻ ടു ദ ആസ്പെക്ട് ഓഫ് പ്രോജക്ട്, don't look into the love of a manager or a player. Look at the club only. ഞാൻ ഏകദേശം ഒരു 3.5 decades ആയി ചെൽസി ഫാൻസ് ആയിട്ട്. I have never looked at the managers. കാരണം നിങ്ങൾ പറയുന്ന മൊറീനിയോ പോലും 2 തവണ വന്ന് സാക്കായ ആളാണ്. I have only looked at Chelsea. മാനേജർ ആരും ആയിക്കോട്ടെ, പ്രോജക്റ്റ് അത് താനെ നടന്നോളൂ. നമ്മൾ നോക്കേണ്ടത് ചെൽസി എന്ന ക്ലബിനാണ്. പലപ്പോഴും ഫാൻസ് പല ഫോറത്തിലും അനാവശ്യമായ തർക്കങ്ങളും വാദങ്ങളും വരാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാൻസ് പലപ്പോഴും സംസാരിക്കുന്നത് അവർ ഒരു ഡിഫെൻഡിങ് പോയിന്റിലാണ്. ഗ്രഹാം പോട്ടറിനെ ഡിഫെൻഡ് ചെയ്യണം, അയാൾക്ക് ലോങ് ടേം കൊടുക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലോങ് ടേം എന്നൊക്കെ പറയുന്നത് ക്ലബിൻ്റെതാണ്. അതിൽ മാനേജർക്ക് എന്തുണ്ട്? ഇപ്പൊ ശ്രീകാന്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഹെബ്ബർ ജോലി ചെയ്യുന്നുണ്ട്. ഹെബ്ബറിനെയും ശ്രീകാന്തിനെയും കമ്പനി ലോങ് ടേമിനാണോ എടുത്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ ലോങ് ടേം വിഷനിലും ഉണ്ട്. അല്ല, ലോങ് ടേമിലാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നാളെ ശ്രീകാന്തോ ഹെബ്ബറോ പോയിട്ട് നിങ്ങളുടെ ബോസിനോട് ചോദിക്കാണ്, സർ 10 years down the line will I still be in the job?
Will he give you an assurance? He won't give, isn't it? So, but സംസാരിക്കുമ്പോൾ പുള്ളി പറയാൻ തന്നെ ശ്രീകാന്ത് ഇസ് പാർട്ട് ഓഫ് അവർ ഫ്യൂച്ചർ, എബർ ഇസ് പാർട്ട് ഓഫ് ദ ഫ്യൂച്ചർ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ഒരു എന്താ പറയുന്ന ഒരു കണ്ടക്ച്വൽ പോയിന്റിൽ എടുത്താൽ മതി. ഈ ചുമ്മാ പോയിട്ട് നമ്മൾ ആർട്ടേറ്റാനെ കണ്ടുപിടിക്കുക, ആർസണലിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാം, പക്ഷെ ആരും പഠിക്കൂല. നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ എങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. അത് നമ്മൾ ആദ്യം അത് തിരുത്തണം. റിയൽ മാഡ്രിഡ് നമ്മളെക്കാളും അധികം യൂറോപ്യൻ ടൈറ്റിൽ മേടിച്ചിട്ടുണ്ട്, ഇല്ല എബർ? ശരിയല്ലേ? അപ്പൊ നമുക്ക് റിയൽ മാഡ്രിഡിനെ കണ്ടുപിടിച്ചാൽ പോരെ എങ്ങനെ യൂറോപ്യൻ ടൈറ്റിൽ അടിക്കണം? പറ്റുമോ? അതൊന്നും അല്ല പ്രോജക്ട് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ദ ക്ലബ്, ഡെവലപ്മെന്റ് ഓഫ് ദ സക്സസ് ഓൺ ദ പിച്ച് ആണ്. അതിന് ക്ലബിന്റെ ഉത്തരവാദിത്തം അതിൽ കുറെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്, പിച്ചിന്റെ ഉത്തരവാദിത്തം മാനേജറിനുണ്ട്. അത് മാനേജർ ആരും ആയിക്കോട്ടെ, നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേങ്കിൽ ചെൽസി ഫാൻസ് കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ വളരെ ഷോക്കിംഗ് ആയി. ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ശ്രീകാന്ത്, അതായത് ഒരു ചെൽസി ഫാൻ ഉണ്ട്. ആ ചെൽസി ഫാൻ എന്നോട് പറയാണ്, ചേട്ടാ അടുത്ത സീസണും നമ്മൾ ലിവർപൂൾ, സിറ്റി, ആർസണലിനോട് തോറ്റാലും കുഴപ്പമില്ല, നമ്മൾ ഫുള്ളമിനെ സൗത്താംപ്ടനെയൊക്കെ അടിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ ചെൽസി ഫാൻ ആണോ? അപ്പൊ അവന്റെ ഉത്തരം, ഞാൻ 2015 മുതൽ ഷായ് ചേട്ടോ ഞാൻ ചെൽസി ഫാനാണ്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോനെ നീ ഒന്ന് ഡോക്ടറെ പോയി കാണണം, എന്തോ നിനക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ അങ്ങനത്തെ ക്ലബ്ബല്ല, നമ്മൾ ഒരു റൂത്ത്ലെസ് ആയി ചിന്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. വി നീഡ് ട്രോഫീസ്, വി നീഡ് പോയിന്റ്സ്, വി നീഡ് വിക്ടറീസ്. അതല്ലാതെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ആർട്ടേറ്റയുടെ പിറകെ പോകരുത്. ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ഫാൻസ് എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ. ആർട്ടേറ്റ ആർസണലിനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, they were in such a bad shape, അത്രയും മോശം ഷേപ്പിലായിരുന്നു. ഒരു വലിയ മാനേജർ ആ ക്ലബിൽ വരില്ലായിരുന്നു. ശ്രീകാന്തിന് എബറിന് അറിയാം, ആരും വരില്ല. അങ്ങനത്തെ ഒരു മോശം സിറ്റുവേഷനിലായിരുന്നു. രണ്ടാമത് അവർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഒരു നല്ല പ്ലെയറെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഡേവിഡ് ലൂയിസിനെയും വില്യനെയും കഴിഞ്ഞ് പീഞ്ഞ് അവിഞ്ഞു പോയി കിടക്കുന്ന 2 മേടിച്ചത്. പൈസ ഇല്ല അവരുടെ ഇടയിൽ. ഇത് ഉള്ളപ്പോ അവർക്ക് ഗതികെട്ട് മേടിക്കാൻ പറ്റിയത് ആർട്ടേറ്റയാണ്. പിന്നെ ആ ടീമിനെ ബിൽഡ് ചെയ്യാൻ അതുവരെ പൈസ ഉണ്ടാക്കി വരാൻ ആർട്ടേറ്റ. ചെൽസിയുടെ അവസ്ഥ അതല്ല, അത് മനസ്സിലാക്കണം. നമ്മുടെ ഓണറിന്റെ കയ്യിൽ കാശുണ്ട്. ഇന്ന് അർജന്റീനക്ക് വേൾഡ് കപ്പ് നേടിയ കോച്ചിനെ ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് മേടിക്കാനുള്ള പൈസ അഹങ്കാരത്തോടെ എനിക്ക് പറയാൻ പറ്റും ടോഡ് ബോളിയുടെ കയ്യിലുണ്ട്. ആർട്ടേറ്റയുടെ അവസ്ഥയല്ല, ആർസണലിന്റെ അവസ്ഥയല്ല. ആർസണലിന്റെ അവസ്ഥ എനിക്കറിയാം. അന്ന് ആർസണല് ആർട്ടേറ്റ കൊണ്ടുവരുന്നതിന് മുമ്പേ അവർ 4 പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഓട്ട്മാർ ഹിറ്റ്ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കോച്ച് ഉണ്ട്. അത് മാത്രമല്ല, ആർട്ടേറ്റ ആദ്യം വരുന്നതിന് മുമ്പ് ഉനയമറിയുടെ കൂടെ ആർട്ടേറ്റനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആർട്ടേറ്റ വേണ്ട, ഉനയമറി മതി എന്ന് പറഞ്ഞിട്ടാണ് അവരെടുത്തത്. അതെ, അത് മാത്രമല്ല, നമ്മളെ ഓട്ട്മാർ ഹിറ്റ്ഫീൽഡിനെ ഓർക്കുന്നുണ്ടോ ശ്രീകാന്ത്? ജർമ്മൻ കോച്ച്, അതെ. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? They are in such bad shape, I don't want to take this project എന്ന് പറഞ്ഞ somebody who was not in the job for 3 years. അപ്പൊ ആർട്ടേറ്റ വരാൻ കാരണം എന്തുകൊണ്ടാണെന്നറിയാം? അവരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അല്ലെ മൊറീനോനെ വിളിച്ചാണ്, അവർ ടൂക്കലിനെ വിളിച്ചാണ്, സീഡനെ വിളിച്ചാണ്. രണ്ടാമത് പൈസ ഇല്ലാത്ത കൊണ്ടാണ് അവർ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ പോയി മേടിച്ചത്. ചെൽസിയുടെ അവസ്ഥ അതല്ല. ചെൽസിയുടെ കയ്യിൽ പൈസ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ആർട്ടേറ്റനെ കണ്ടുപിടിക്കുക, ആർസണലിനെ കണ്ടുപിടിക്കുന്നു പറയരുത്. അവർ പഠിക്കേണ്ടത് ടോഡ് ബോളിയാ. വന്ന് 6 മാസത്തിലായാലും 600 മില്യൺ മുടക്കി, 7 വർഷത്തെ കോൺട്രാക്റ്റും കൊടുത്ത് ജീവിതത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ അടുത്ത 10 വർഷം മേടിക്കേണ്ട ശമ്പളം 5 വർഷത്തിൽ മേടിക്കാൻ ഗ്രാം വോട്ടറിന് അവസരം കൊടുത്ത്. ഇപ്പൊ നിങ്ങൾ പറ, ആർട്ടേറ്റനെ നമ്മൾ കണ്ടുപിടിക്കണോ, ആർസണലിനെ നമ്മൾ കണ്ടുപിടിക്കണോ, അല്ല അവർ നമ്മളെ കണ്ടുപിടിക്കണോ? അതുകൊണ്ട് ആ പ്രോജക്റ്റ് ഇവിടെ പറയരുത്. നമ്മളെ പ്രോജക്റ്റ് കുറച്ചും കൂടി ഹൈ ആണ്. നമ്മളെ പ്രോജക്റ്റിൽ റിസൾട്ട് വേണം, ലോങ് ടേം പ്രോസ്പെക്ട് വേണം, മാനേജർക്ക് ടൈം വേണം. ഇങ്ങനെയുള്ള ചെൽസി ഫാൻസ് വന്നിട്ട് നമ്മൾ സൗത്താംപ്ടനെ അടുത്ത വർഷം തോൽക്കണം, ഫുള്ളാം ചേട്ടാ അടുത്ത സീസൺ ഒന്നും നമുക്ക് പെപ്പിനെ അടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നാണക്കേടാ. ചെൽസി ഫാൻസ് ഇത് പറയരുത്. എനിക്കിപ്പോ പറയാനുള്ളത്, ഇപ്പൊ സിറ്റി ഫാൻസിന്റെ മെന്റാലിറ്റി, ദേ വാണ്ട് എ ടൈറ്റിൽ എവറി സീസൺ. അവർക്ക് ടൈറ്റിൽ എല്ലാ സീസണും വേണം. ഇനിയിപ്പോ അടുത്ത സീസൺ ലെറ്റ്സ് സേ സപ്പോസ് പെപ്പ് ഗാർഡിയോള പോയി, ദേ ഡോണ്ട് വിൻ സീസൺസ് എന്ന് പറഞ്ഞാൽ അവർ പറയും പ്രോജക്റ്റ് ഒക്കെ പോയി, വി നീഡ് ടൈറ്റിൽ എവറി സീസൺ. പെപ്പ് വന്നപ്പോഴായിരുന്നു പ്രോജക്ട്. നൗ ഡൺ, കാരണം മെന്റാലിറ്റി കൊണ്ടുവന്നു. ദേ ബോട്ട് ദാറ്റ് മെന്റാലിറ്റി. ഇനിയിപ്പോ ആർട്ടേറ്റ തന്നെ ഇതേപോലെ ഒരു
സക്സസ്ഫുൾ ആയിട്ട് കുറെ കൊണ്ടുകഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആർസണൽ ഫാൻസ് പറയും ഫോർഗെറ്റ് പ്രോജക്ട് വി നീഡ് ഇമ്മീഡിയറ്റ് വിൻസ്. നമ്മുടെ അവസ്ഥ ഏതാണ്? വി നീഡ് ഇമ്മീഡിയറ്റ് വിൻസ്. ദാറ്റ്സ് എ ക്ലബ് വി ആർ റൂത്ത്ലെസ്. ലൈക്ക് ഇറ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ് അൺഫോർച്ചുനേറ്റ്ലി. അത് ആ ഒരു മെന്റാലിറ്റി നമ്മൾ എന്താണെന്നറിയില്ല ശ്രീകാന്ത്. എനിക്ക് വളരെ, ഞാൻ ഡെയിലി ഓരോ ഫോറംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഈ ചെൽസി ഫാൻസിന്റെ ഈ മെന്റാലിറ്റി ഒക്കെ കാണുമ്പോണ്ടല്ലോ, ബ്രൈറ്റനെ പോലെ അതൊരു ഭയങ്കര. ഇന്ന് രാവിലെ നമ്മുടെ ഓൾ അബൌട്ട് ചെൽസി ഗ്രൂപ്പില് ഒരു സുഹൃത്ത്, എനിക്ക് വളരെ ഇഷ്ടമുള്ള സുഹൃത്ത് പറയാണ്, പോട്ടർ ബ്രൈറ്റനെ ബിൽഡ് ചെയ്ത പോലെ ചെൽസിയെ ബിൽഡ് ചെയ്യണം. വാട്ട് റബ്ബിഷ്നെസ് ഇസ് ദാറ്റ്? യു വാണ്ട് ചെൽസി ടു ബി ബിൽഡ് ലൈക്ക് ബ്രൈറ്റൺ. You go and ask a Brighton fan, will he say this? നമ്മളെ ഫുട്ബോള് വേറെയാണ്, നമ്മൾ കാണുന്നത് വേറെ. വി ആർ തിങ്കിങ് ഓഫ് ബ്രിങ്ങിങ് എംബാപ്പെ ആൻഡ് നെയ്മർ നെക്സ്റ്റ് സീസൺ ഇഫ് ദേ ആർ വില്ലിംഗ് ടു കം. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ഫുള്ളമിനെ സൗത്ത് ആംപ്ടനെ അടുത്ത സീസണിൽ ബാക്ക് ടു ബാക്ക് അടിക്കണം. ഈ ഒരു മെന്റാലിറ്റി മാറ്റണം എന്നുള്ളത് എന്റെ റിക്വസ്റ്റാണ്. ബി റൂത്ത്ലെസ്, വി വാണ്ടഡ് ടു വിൻ. കാരണം എന്താ പറയുക, ഞാൻ കാണുന്ന ഫുട്ബോളിൽ എനിക്ക് എപ്പോ ചെൽസി കളിച്ചാലും ജയിക്കണം. ഇത് ഞാൻ ഒരു വളരെ ഭംഗിയായി ശ്രീകാന്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പറയാം. എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ എന്തൊക്കെ ക്രിട്ടിക്കലും ദേഷ്യപ്പെട്ട് ഗ്രൂപ്പിൽ പറഞ്ഞാലും എന്റെ വീട്ടിൽ TV കാണുമ്പോണ്ടല്ലോ, ചെൽസിയുടെ കളി കാണുമ്പോൾ എന്റെ വൈഫ് പറയും, ദൈവമേ ഇരിക്കാൻ പറ്റുന്നില്ല ഈ മനുഷ്യന്റെ ഒച്ചയും ബേളവും കൊണ്ട്. കാരണം എന്താ, എനിക്ക് ജയിക്കണം. എനിക്ക് ജയിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇത് ഒരുപാട് പേർക്ക് അറിയില്ല ശ്രീകാന്ത്. ചെൽസി ചില കളി, ഈ സൗത്ത് ആംപ്ടൺ, എനിക്കൊരു 10 മിനിറ്റ് ഉണ്ടല്ലോ കണ്ണു അറിയും. കാരണം എനിക്ക് ജയിക്കണം, എന്റെ ടീം ജയിക്കാൻ വേണ്ടി വന്നിരിക്കുക. എനിക്ക് ഈ പറയുന്ന ബ്രൈറ്റന്റെ കഥയും എനിക്ക് ഈ പറയുന്ന സൗത്ത് ആംപ്ടനെ ഡ്രോ പിടിക്കുന്ന കഥയൊന്നും കേൾക്കണ്ട. എന്റെ ടീം ജയിക്കണം. ഞാൻ അങ്ങനെ കാണുന്ന ഒരുത്തനാണ്. കാരണം ഞാനൊക്കെയാന്ന് പറഞ്ഞാല് ജോൺ ടെറി പെനാൾട്ടി മിസ് ചെയ്ത ആ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ഉണ്ടല്ലോ, 2 ദിവസമൊക്കെ ഇരുന്ന് കരുന്ന ആളാണ്. എനിക്ക് എന്റെ ടീം ജയിക്കണം. അല്ലാണ്ട് ഈ വന്നിട്ട് ലോങ് ടേം ടൈം കൊടുക്ക്. ആർട്ടേറ്റനെ കണ്ടു ഒന്ന്, ആർട്ടേറ്റ എന്ത് കണ്ടുപിടിക്കാൻ? ആർട്ടേറ്റനോട് വന്നിട്ട് നമ്മളെ 3 ട്രോഫി ഒന്ന് മണത്തിട്ട് പോകാൻ പറ. എന്നിട്ട് ആ ട്രോഫി അടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഓഫ് ലക്ക് പറയാം. പിന്നെ ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഷൈനി ടു സി പൊട്ടൻഷ്യൽ കാണിക്കണം. പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്യാൻ ഞാൻ ഡോട്ട്മെന്റ് വരെ 100%. ഞാനും അതാണ് ശ്രീകാന്ത് പറഞ്ഞ അതേ പോയിന്റ്. ഞാൻ പോട്ടറിനെ ബാക്കപ്പ് ചെയ്യണം, പക്ഷെ എനിക്ക് ജയിക്കണം. ഞാൻ ഇപ്പോഴും പറയാണ്. കാരണം എന്താ, ഇത് ഞാൻ പറയാൻ കാരണം എന്താ, എലൻ റോഡിലെ ലീഡ്സ് ഉണ്ടല്ലോ, എനിക്ക് അവിടെ ദിനേഷ് എന്ന് പറഞ്ഞൊരു ചെൽസി ഫാൻ ഉണ്ട്. ഞാൻ ത്രൂ ആണ് ശരിക്കും അവൻ കോവൻട്രി യൂണിവേഴ്സിറ്റിയിൽ പോയത്. ആ പയ്യൻ, അവൻ കല്യാണം കഴിച്ച് ഇതായി. അവൻ എപ്പോഴും പറയാറുണ്ട്, പാപ്പ എലൻ റോഡ് പോയിട്ട് ലീഡ്സും ചെൽസിയും കളി കാണുമ്പോണ്ടല്ലോ, ഇവന്മാർ നമ്മളായിട്ട് നാണം കെടുത്തും. നമ്മൾ ഒരു ഗോൾ ഡൗൺ ആയാലും തോറ്റാലും തോൽപ്പിക്കണം പാപ്പ. അവിടെ പോയി അവന്റെ ഗ്രൗണ്ടിൽ അവൻ അടിക്കണം. അതായിരിക്കണം മെന്റാലിറ്റി ചെൽസി ഫാൻസിന്റെ. അല്ലാണ്ട് എന്താണ് ഈ സീസൺ ഇങ്ങനെ പോട്ടെ, 10ാം സ്ഥാനം ആയാലും കുഴപ്പമില്ല, ഇതെന്താണെന്ന് എനിക്കറിയുന്നില്ല. പറഞ്ഞ ശരിയാണ് സജേട്ട. ഐ തിങ്ക് ഇപ്പൊ സജേട്ട പറഞ്ഞപ്പോ there's a few games that maybe new Chelsea fans should watch. 2004-05 നമ്മൾ ബേണിനായിട്ട് 4-2 ജയിച്ചൊരു കളിയുണ്ട്. അതില് ജോൺ ടെറിയുടെ ലാംപാർഡിന്റെ പെർഫോമൻസ് എല്ലാവരും ഒന്ന് കാണണം. ബുഡ് ജോൺസന്റെ സെയിം സീസൺ ബാർസലോണിനെ നമ്മൾ 4-2 അടിച്ചിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് മൊറീനിയോടെ സെയിം നോക്കുകയാണെങ്കിൽ he went to Barcelona and got a result in 2009-10 when he was interim manager. അപ്പൊ അത്രയും കാലിബർ ഉള്ള, ഇത്ര ഹിസ്റ്ററി ഉള്ള ഒരു ക്ലബ്ബാണ് നമ്മുടെ. ആൻഡ് ഹോപ്പ്ഫുള്ളി വി കം ബാക്ക് ടു ദോസ് ലെവൽസ് സൂൺ. ആൻഡ് കൂൾ, ഒരു അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. ഇറ്റ് ബീൻ ഓൾമോസ്റ്റ് 50 minutes. SK ബ്രോ ഇസ് ഓൾസോ ഡ്രോപ്പിംഗ്, ആൾക്ക് കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സോ കമന്റ്സ് വന്ന എല്ലാവരും താങ്ക് യു സോ മച്ച് ഷാജി പാപ്പ. ഓൾവേസ് ഫൺ ഡിസ്കസിംഗ് ഫുട്ബോൾ വിത്ത് യു. ആൻഡ് കമന്റ്സിൽ കണ്ട തന്നെ ലോട്ട് ഓഫ് ഫാൻസ് ഫോർ ഷാജി പാപ്പ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഗൈസ്. അടുത്ത കളിക്ക് മുന്നേ പ്രീ മാച്ച് കാണാം.